തെരുവു വിളക്കുകൾ കണ്ണടച്ചു. കോതമംഗലം നഗരം ഇരുട്ടിൽ. സ്ട്രീറ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് AG ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തെരുവു വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം നഗരസഭയിൽ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാല സംഘടിപ്പിച്ചു. നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിന്റനൻസ് നടത്താത്തതിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പന്തം കൊളുത്തി മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധിക്കുകയായിരുന്നു. ഐക്യം സിന്ദാബാദ്, ഐക്യം സിന്ദാബാദ്. ഒരേ സ്വരത്തിൽ ഒരുമിച്ചായി, ഒരേ സ്വരത്തിൽ ഒരുമിച്ചായി, ഒരേ സ്വരത്തിൽ ഒരുമിച്ചായി, ഒരേ സ്വരത്തിൽ ഒരുമിച്ചായി, ഒരുമിച്ചൊന്നായി പറയുന്നു, ഒരുമിച്ചൊന്നായി പറയുന്നു, ഒരുമിച്ചൊന്നായി പറയുന്നു, ഒരുമിച്ചൊന്നായി പറയുന്നു. ഇന്നീ സമരം സൂചന മാത്രം, ഇന്നീ സമരം സൂചന. തെരുവു വിളക്കുകളുടെ അപര്യാപ്തത മൂലം കോതമംഗലം ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ദുരിതത്തിലാണെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. തെരുവുനായ ശല്യവും റോഡിലെ കുഴികളും വഴിയാത്രക്കാർക്ക് അപകടക്കെണിയായി മാറുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് AG ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ കൗൺസിലേഴ്സായ ഞങ്ങൾ മാസങ്ങളായി കൗൺസിലിനകത്ത് വഴിവഴുക്കൽ കത്താത്തതിനെ കുറിച്ച് ശക്തമായ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഈ പന്നുകൊളുത്തി പ്രകടനവുമായിട്ട് ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കോതമംഗലം നടന്നുപോയി. കോതമംഗലം പള്ളിപ്പെരുന്നാള്, 10,000-കണക്കിന് ആൾക്കാർ വന്നു പോയ സമയത്ത് പോലും, ഈ ക്രിസ്തുമസിന് സമയത്ത് പോലും ഒരൊറ്റ വഴിവിളക്ക് പോലും കത്താത്ത ഒരു പരിസ്ഥിതിയാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുള്ളത്. കോതമംഗലം ടൗൺ അടഞ്ഞു കിടക്കുന്ന രീതിയാണ്. വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും യാതൊരു തരത്തിലും കണ്ണു തുറക്കാനായിട്ട് ഇവിടുത്തെ ചെയർമാനോ അതുപോലെ ഭരണസമിതി അംഗങ്ങളോ തയ്യാറാകാത്ത ഒരു പരിസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഏതോ ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചു, അദ്ദേഹം കുറച്ച് ലൈറ്റുകൾ മാറുന്നതിന് പുറകെ തന്നെ ഇത് കെട്ടുപോകുന്ന രീതിയാണ്. കാരണം യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൊണ്ടിടുന്നു, അതപ്പോ ഇടുമ്പോൾ തന്നെ കെട്ടുപോകുന്നു. ഇത് നിരന്തര പരിപാടിയായിട്ട് പോകുന്ന സമയത്തെല്ലാം തന്നെ ഇത് ഡിസ്ക്വാളിഫൈ ചെയ്ത് പുതിയ ടെൻഡർ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഷമീർ പനക്കൽ, സിജു എബ്രഹാം, ഷിബു കുര്യാക്കോസ്, നോബു മാത്യു, പ്രവീണ ഹരീഷ്, റിൻസ് റോയ്, സൈനുമോൾ രാജേഷ്, നിഷ ഡേവിസ്, വത്സ ജോർജ്, ലിസി പോൾ, ബബിത മത്തായി, സിന്ധു ജിജോ എന്നിവർ പങ്കെടുത്തു. തെരുവു വിളക്കുമായി ബന്ധപ്പെട്ട കരാറുകൾ അഴിമതി നിറഞ്ഞതാണെന്നും തെരുവു വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് AG ജോർജ് പറഞ്ഞു. മീഡിയ സൃഷ്ടി, കോതമംഗലം.